ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആലീനയാണെങ്കിൽ രോഹിണിയുടെ മുടിയെല്ലാം വെട്ടി വൃത്തിയാക്കുകയാണ്. അതും കണ്ടുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണയും ബബിതയും ബാലേന്ദ്രനും പരസ്പരം നോക്കി ഇങ്ങനെ അന്തം വെട്ടിയിരിക്കുകയാണ് കേട്ടോ. അന്നേരം ഇടയ്ക്ക് നമ്മുടെ രോഹിത്താണെങ്കിൽ അലീനയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓർക്കൂട്ടോ അന്ന് ജയിലിൽ കാണാൻ വന്നതൊക്കെ. പിന്നീട് മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുവാണ്. അന്നേരം ആ ജയിലിൽ പോയതും കോടതിയിൽ കയറിയതും ആളുകളൊക്കെ കല്ലെടുത്ത് എറിഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനും ബബിതയും കൃഷ്ണയും കൂടെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൻ്റെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ രോഹിത്തിനുള്ള ഭക്ഷണം എടുക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും, രോഹിക്ക് ഇപ്പോൾ അസുഖമൊക്കെ മാറിയതല്ലേ, ഇനി അവനോട് താഴോട്ട് വരാൻ വേണ്ടിയിട്ട് പറയാന്ന്. അത് കേൾക്കുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, അച്ഛാ അവനിങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, എല്ലാവരെയും ഫേസ് ചെയ്യണ്ടേ, അതവന് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് വീട്ടിലുള്ളവരെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്തവൻ എങ്ങനെയാ നാട്ടിലുള്ളവരെ ഫേസ് ചെയ്യുന്നത്? എന്നും മുറിക്കകത്ത് ഇങ്ങനെ ഇരുന്നാൽ മതിയോ, പുറത്തിറങ്ങുമെന്ന് വേണ്ടേ, നീ അവനെ ചെന്ന് വിളിച്ചിട്ട് വാ എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ രോഹിയെ വിളിക്കാൻ വേണ്ടി മുകളിലേക്ക് പോവാണ്. അന്നേരം രോഹിത്താണെങ്കിൽ മുടിയെല്ലാം ചീകി ഒതുക്കി ഒരു ബനിയൻ എടുത്തിടുകയാണ് കേട്ടോ. അത് കാണുന്ന അലീന അന്തം വിട്ടു പോവാണ്. ആഹാ, സുന്ദരനായല്ലോ. അലീന അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിന്റെ ആ പേക്കോലൊക്കെ എവിടെ പോയി? ഇപ്പൊ ആളൊരു ഡിസിപ്ലിൻ ആയിട്ടുണ്ട്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, തരക്കേടില്ല അല്ലേ, സുന്ദരനായിട്ടുണ്ടെന്നേ, ഒന്നും പറയാനില്ല എന്ന് പറയുന്നു. ഇനിയേ നീ ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് അലീന പറയുമ്പം എനിക്കെന്തോ ഒരു എനർജി കിട്ടിയതുപോലെ എന്ന് പറയുന്നു കേട്ടോ രോഹിത്. വാ, നിനക്ക് താഴെ ഊണെടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വന്നേ എന്ന് പറയുമ്പോൾ രോഹിത് പറയും, താഴോട്ടോ. ആ, അച്ഛൻ പറഞ്ഞു നിന്നെ വിളിച്ചിട്ട് വരാൻ, നിന്നെ വഴക്ക് പറയാനല്ല, അച്ഛനെ നിന്നോടൊപ്പം ഇരുന്നൊന്ന് ആഹാരം കഴിക്കാനൊരാഗ്രഹം. നമ്മുടെ ഊണുമുറിയിൽ നിന്നാ കഴിക്കുന്നേ, എത്ര നാളായി നമ്മൾ ഒരുമിച്ച് കഴിച്ചിട്ട് എന്നൊക്കെ നമ്മുടെ അലീന പറയുമ്പോൾ ഞാനോ എന്ന് ചോദിക്കട്ടോ രോഹിത്. ആ, നീ തന്നെ, നീ താഴോട്ട് വരണം, ഇത്രയും നാൾ നിനക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിനക്ക് ഭക്ഷണം തന്നിരുന്നു, ഇനിയിപ്പോൾ നിനക്ക് അസുഖമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, എനിക്കുള്ള ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഏയ് ഇല്ലില്ല, അതൊന്നും പറ്റത്തില്ല, നീ താഴോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് അലീന അങ്ങ് പോകട്ടോ. ആ പോക്ക് തന്നെ നമ്മുടെ രോഹിത് വിളിക്കും, അലീനേച്ചി എന്ന്. ആ കേട്ട സന്തോഷത്തിൽ നമ്മുടെ അലീന ആകെ വല്ലാണ്ടാവുകയാണേ. എന്നിട്ട് അലീന അങ്ങ് തിരിഞ്ഞു ചോദിക്കും, രോഹിത്തെ നീ ശരിക്കും വിളിച്ചതാണോ എന്നെ, അതോ നിനക്ക് വല്ല അബദ്ധം പറ്റിപ്പോയതാണോ എന്ന്? അതെ എന്ന് രോഹിത് പറയുമ്പം ആരെങ്കിലും പറഞ്ഞിട്ടാണോ, എങ്ങനെയാ നിനക്ക് തോന്നി അങ്ങനെ വിളിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണയും ബബിതയൊക്കെ അലീനേച്ചിയെ ചേച്ചിന്ന് വിളിക്കുന്നില്ലേ, പിന്നെ ഞാനും കൂടിയല്ലേ ഉള്ളൂ, ഞാനും വിളിക്കാം അലീനേച്ചി എന്ന്. അപ്പോൾ അലീന ചോദിക്കും, നീ എന്തെല്ലാം എന്നെ വിളിച്ചിട്ടുണ്ട്, എന്നെ ചീത്ത വിളിച്ചിട്ടില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ രോഹിത് തലയും താഴ്ത്തി നിൽക്കുക കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ അലീനയ്ക്കാകെ സങ്കടമാവും. എന്നിട്ട് അരികിലേക്ക് ചെന്നിട്ട് താടി ഉയർത്തിയിട്ട് പറയും, അന്നൊക്കെ നിന്നോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരൊറ്റ വിളിയിൽ അതെല്ലാം മാഞ്ഞുപോയി, ഈ വിളി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര നാളായി കൊതിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ അലീനേച്ചി ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് ഫുഡ് എത്തിച്ച് തരണം, എനിക്കാരെയും ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ ഇങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റാതെ ഒളിച്ചിരിക്കാൻ പറ്റുമോ, പുറത്തൊക്കെ ഇറങ്ങേണ്ടേ നമുക്ക് എന്ന് പറയുമ്പോൾ രോഹിത് പറയും, അതിപ്പോഴല്ല, കുറച്ച് നാൾ കഴിയട്ടെ ചേച്ചി, ഇപ്പോൾ ഒന്നിനും ഒരു ധൈര്യം ഇല്ലാത്ത പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, ആ ഇന്നത്തേക്ക് ഞാൻ ഭക്ഷണം എടുത്തിട്ട് വരാം, ഇന്നൊരു നാളത്തേക്ക് മാത്രം എന്ന് പറയുമ്പോൾ രോഹിത് പറയും, ആ അത് മതി ചേച്ചി എന്ന് പറയുമ്പോൾ അലീന അങ്ങ് താഴോട്ട് ഇറങ്ങി പോവാണ്. അവിടെ വെച്ച് നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ രോഹിത് വരാത്തതെന്ന്. അപ്പോൾ ഉള്ള കാര്യം നമ്മുടെ അലീന പറയുന്നുണ്ടെങ്കിലും മറുത്ത് നമ്മുടെ ബാലേന്ദ്രൻ പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, രോഹിയേട്ടനെ അലീനേച്ചി ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ എത്തിച്ചോളൂ എന്ന്. ഓ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ ഇന്നത്തെ ഭക്ഷണം അവന് കൊടുത്തേക്ക് എന്ന് പറയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.